തെളിവുകൾ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അറസ്റ്റായി മാറുന്നത് എന്നുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമ്മൾ പരാമർശിക്കപ്പെട്ട മഹസറിലെ ഒപ്പ് മാത്രമല്ല, മറ്റു ചില തെളിവുകളും ഒരുപക്ഷെ ഈ അറസ്റ്റിന് വഴിവെച്ചിട്ടുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ശബരിമല തന്ത്രി കണ്ഠർ രാജീവർ സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റിൽ എന്ന പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടാവുന്നത്. അന്വേഷണ സംഘത്തിൻ്റെ അതിസുപ്രധാനമായ നീക്കമാണ് ശബരിമല തന്ത്രി അറസ്റ്റിൽ എന്നതാണ്. ഇത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന നീക്കം കൂടിയായി ഇത് മാറുന്നു എന്നതാണ്. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കം സുപ്രധാനമാണ് എന്നതാണ്. കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. പക്ഷേ ഈ അറസ്റ്റിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം സർക്കാരിന് നേരെ ഉണ്ടാകുമോ എന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. കാരണം SITക്ക് പിന്നിൽ SITക്ക് സർക്കാരിന്റെ രാഷ്ട്രീയ സമ്മർദ്ദം എന്ന ആക്ഷേപം നേരത്തെ തന്നെ പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. എന്തായാലും കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ് SITയുടെ നീക്കം എന്ന് നമുക്കറിയാം. പക്ഷേ തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടാകുമ്പോൾ അതിസുപ്രധാനമായ നീക്കമായി മാറുകയാണ്. ശബരിമല തന്ത്രി സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റിലാകുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധമാണോ ഈ അറസ്റ്റിന് വഴിവെച്ചത്? അതല്ല, സ്വർണ്ണമോഷണം സംബന്ധിച്ച് തന്ത്രിക്ക് നേരിട്ട് അറിവുണ്ടായിരുന്നോ? ഇതിൽ വീഴ്ചകൾ പറ്റിയത് തന്ത്രിക്ക് എവിടെയാണ്? അറിയാതെ പറ്റിയ ചില പിഴവുകളാണോ ഈ അറസ്റ്റിലേക്ക് എത്തിച്ചത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. മഹസറിൽ ഒപ്പുവെച്ചതിന് തന്ത്രി പറഞ്ഞ ന്യായങ്ങൾ മുമ്പും തൻ്റെ സാന്നിധ്യത്തിലും ഒപ്പ് അങ്ങനെ വെച്ചു പോവാറുണ്ട്. അതിനെ അത്ര സീരിയസ് ആയി കൈകാര്യം ചെയ്യാറില്ല എന്നതാണ് തന്ത്രി പറയുന്നത്. ഇത്തരം സ്വർണ്ണ തട്ടിപ്പ് നടക്കുന്നു എന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്നതായിരുന്നു അന്ന് തന്ത്രി എടുത്തിരുന്നത് നിലപാടുകൾ. പക്ഷേ ആ നിലപാട് അന്വേഷണ സംഘത്തിന് മുന്നിൽ നിലനിൽക്കുന്നതായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതൊരു പക്ഷേ അറസ്റ്റിന് വഴി തുറന്നിരിക്കാം. അതല്ല, മറ്റു ചില കണ്ടെത്തലുകളിലേക്ക് ഒരു പക്ഷേ അന്വേഷണ സംഘം കടന്നിരിക്കാം എന്നതുകൂടിയാണ്. ഒരു കാര്യം ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം, ഈ അന്വേഷണത്തിൻ്റെ ആദ്യ നാളുകളിലൊന്നും എന്തുകൊണ്ട് തന്ത്രിയിലേക്ക് എത്തിയില്ല എന്ന ചോദ്യമാണ്. ഒരു പക്ഷേ കോടതിയുടെ ഇടപെടൽ ആണോ വീണ്ടും തന്ത്രിയിലേക്ക് എത്തിയത്? ഈ വൻ തോക്കുകൾ, വൻ സ്രാവ് എന്നൊക്കെ കോടതി വിശേഷിപ്പിച്ച വ്യക്തികളിൽ ഒന്നായി ഈ തന്ത്രി മാറിയോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. ശബരിമല തന്ത്രിയാണ് ഒരു ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിനിടയിൽ അറസ്റ്റിലാവുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ കോടതിയിൽ ഇന്ന് തന്നെ ഹാജരാക്കിയേക്കാം. എങ്ങനെയെങ്കിൽ കണ്ഠർ രാജീവർ അറസ്റ്റിലായിരിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു തന്ത്രി തന്നെ അറസ്റ്റിലാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ മറ്റാരൊക്കെ ഈ അന്വേഷണത്തിന് മുന്നിലേക്ക് വരുമെന്നതാണ്. ശബരിമലയിലെ ഈ തീർത്ഥാടന കാലത്ത് കണ്ഠര് മഹേഷ് മോഹനര് അവിടുത്തെ നിലവിലെ തന്ത്രിയാണ്. അദ്ദേഹത്തിനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വലിയ ബന്ധങ്ങളുണ്ട് എന്നതിൻ്റെ തെളിവുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ബംഗളൂരുവിലെ ചില വ്യവസായികളുടെ വീട്ടിലടക്കം പൂജയ്ക്ക് പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടാണ് എന്ന കാര്യം അദ്ദേഹം തന്നെ നേരത്തെയും പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ബന്ധത്തിലൊക്കെ അദ്ദേഹവും മറുപടി പറയേണ്ടി വരുമോ? കണ്ഠര് മഹേഷ് മോഹനരും അന്വേഷണ സംഘത്തിലേക്ക് വരുമോ? അത് വിരൽത്തുമ്പിലേക്ക് വരുമോ? ചോദ്യമുനയിലേക്ക് വരുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയർന്നു വരികയാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ശബരിമല തന്ത്രി കണ്ഠർ രാജീവര് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സുപ്രധാനമായ നീക്കത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. തന്ത്രി കണ്ഠർ രാജീവര് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും ഉന്നതനെന്ന് തന്നെ ഒരുപക്ഷെ ഈ തന്ത്രിയെ വിശേഷിപ്പിക്കാം. കാരണം പല ഉന്നതർക്കും ഈ സ്വർണ്ണക്കൊള്ളയില് ബന്ധമുണ്ട് എന്ന കണ്ടെത്തലുകൾ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. അതിനിടെയാണ് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ SITക്ക് മേൽ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ സമ്മർദ്ദം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണം, കൃത്യമായ ഇടപെടലുകൾ, ഒടുവിൽ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി SITയുടെ അന്വേഷണത്തിൽ തൃപ്തി പ്രകടിപ്പിച്ചതാണ്. കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ സജിത്ത്, ഈ തന്ത്രിയെ ഇതാദ്യമായിട്ടല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിയിൽ നിന്നും വിവരങ്ങൾ തേടുന്നത്. കഴിഞ്ഞ നവംബറിലും, അതായത് 2 മാസം മുൻപും തന്ത്രിയെ ചോദ്യം ചെയ്തിരുന്നു, തന്ത്രിയുടെ മൊഴിയെടുത്തിരുന്നു. അന്ന് തന്ത്രി വ്യക്തമാക്കിയ കാര്യം, ഈ ശബരിമലയിലെ ക്ഷേത്രത്തിലെ സ്വത്തുക്കളുടെ ചുമതല ദേവസ്വം ബോർഡിനാണ്, ദേവസ്വം ഉദ്യോഗസ്ഥരാണ് പാളികളുടെ അറ്റകുറ്റപ്പണികൾക്കായി തന്നെ സമീപിച്ചതെന്നും തന്ത്രി അന്ന് SITക്ക് മൊഴി നൽകിയതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ അറസ്റ്റ്, അതായത് രണ്ടാമത്തെ ചോദ്യം ചെയ്യൽ, അത് വളരെ സുപ്രധാനമായ നീക്കമായിരുന്നു. ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. എന്താണ് ഈ കേസിൽ തന്ത്രിക്കുള്ള പങ്ക് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ?
ടോം, മുഖ്യപ്രതികളും അവരുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാവുന്ന മൊഴികളും തുടർ അറസ്റ്റിന് കാരണമായിട്ടുണ്ട് പലപ്പോഴും. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതുതന്നെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം എ പത്മകുമാറും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിൻ്റെയും ചില മൊഴികൾ തന്ത്രിക്കെതിരായിരുന്നു, തന്ത്രി കണ്ഠർ രാജീവർക്കെതിരായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാവണം ഒരു പക്ഷേ വീണ്ടും വിളിപ്പിച്ചു വരുത്താനും അറസ്റ്റിലേക്കും നീക്കം വച്ചതിന് കാരണമെന്ന് കൂടി മനസ്സിലാക്കാം. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് SIT-യുടെ ഈഞ്ചക്കലുള്ള ഓഫീസിൽ, ക്രൈംബ്രാഞ്ചിന്റെ ഈഞ്ചക്കലുള്ള ഓഫീസിലാണ് ഇപ്പോൾ അറസ്റ്റ്, ഈ ചോദ്യം ചെയ്യൽ രാവിലെ മുതൽ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 10 മണിക്കാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നത്. തുടർച്ചയായ ചോദ്യം ചെയ്യലുകൾ, അതിനൊടുവിലാണ് അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്ന കാര്യം രാജീവരെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇനി കോടതിയിൽ ഹാജരാക്കും, തുടർ നീക്കങ്ങളിലേക്ക് കടക്കും. ടോം സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് തന്ത്രിയിലേക്ക് എത്തി എന്ന ചോദ്യത്തിന് ഉത്തരം നിലവിൽ പുറത്തുവരുന്ന സൂചന പ്രകാരം എ പത്മകുമാറും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നൽകിയ മൊഴികളാണ്. ആ മൊഴികൾ പ്രകാരം തന്ത്രിയുടെ ബന്ധം സ്ഥിരീകരിക്കുന്ന തെളിവുകളിലേക്ക് അന്വേഷണ സംഘം എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. അതിനൊടുവിലാവണം ഈ അറസ്റ്റ്. നമുക്കറിയാം, ശബരിമല തന്ത്രിയെ പോലെ ഒരു വ്യക്തിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ തെളിവുകൾ അത് സ്ഥിരീകരിച്ച ശേഷം, അതൊന്നുകൂടി ഉറപ്പിച്ച ശേഷം കൂടിയാവാം SIT-യുടെ ഈ നീക്കം എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നതിനെ തന്നെ ആ ഒരു മുൻകരുതൽ ഒരു പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചിട്ടുണ്ടാവണമെന്ന് നമുക്ക് കരുതാം. അതുകൊണ്ട് കൂടിയാണ് ഈ അറസ്റ്റിന് ഏറെ പ്രാധാന്യമുണ്ടാവുന്നത്. കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷമുള്ള ഒരു നീക്കം എന്നതിനുള്ള സാധ്യതകൾ നിരവധിയാണ്. അപ്പോൾ ഈ അറസ്റ്റ് വളരെ പ്രാധാന്യമുള്ളതായി കൂടി മാറുകയാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. ഇതുവരെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കും ഉദ്യോഗസ്ഥ തലത്തിലേക്കും മാത്രം എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നു, ശബരിമല തന്ത്രിമാർക്കും ഇതിൽ പങ്കില്ലേ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇപ്പോൾ SIT നടത്തുന്നത്. അതാണിപ്പോൾ ശബരിമല തന്ത്രിയിലേക്ക് കൂടി അന്വേഷണം വരുന്നത്. അങ്ങനെയെങ്കിൽ നിലവിലെ തന്ത്രി, ഇപ്പോൾ മുൻ തന്ത്രി കണ്ഠർ രാജീവരിനപ്പുറം ഇപ്പോൾ ഈ സീസണിൽ ചുമതല വഹിക്കുന്ന തന്ത്രി കണ്ഠർ മഹേഷ് മോഹൻരിലേക്കും അന്വേഷണം എത്തുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ശബരിമലയിൽ സ്വർണ്ണ തട്ടിപ്പ് സംഘത്തിൽ ഇവരൊക്കെ പങ്കാളികളായിരുന്നു. ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി. ഡാൻ, ദൈവതുല്യൻ ആരാണ് എന്നൊരു ചോദ്യത്തിന് ഒരുപക്ഷെ ഈ തന്ത്രിയുടെ അറസ്റ്റോടെ ഉത്തരമായി എന്ന് കരുതാം. പക്ഷേ തന്ത്രി കണ്ഠര് രാജീവരും മാത്രമായിരിക്കുമോ, ഒരൊറ്റ ദൈവതുല്യൻ മാത്രമായിരിക്കും ഉള്ളത് ഈ കേസിൽ? അതോ കൂടുതൽ ദൈവതുല്യർ ഈ കേസിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരുമോ? ഈ കേസിൽ SIT ആദ്യം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് തന്ത്രി കണ്ഠര് രാജീവരാണ് എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ MLA-യുമായ എ പത്മകുമാറിന്റെ മൊഴിയാണ് തന്ത്രി കണ്ഠര് രാജീവർക്ക് ഏറ്റവും വലിയ കുരുക്കായി മാറിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മറ്റ് പ്രതികൾക്കൊപ്പവും തനിച്ചിരുത്തിയും ചോദ്യം ചെയ്തപ്പോൾ കണ്ഠര് രാജീവരും പോറ്റിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ചില വിവരങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളടക്കം അവർ ശേഖരിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ വിദേശയാത്രകളെക്കുറിച്ചടക്കം സംശയമുണ്ടാക്കുന്ന തരത്തിലുള്ള ചില വിദേശയാത്രകളെക്കുറിച്ചടക്കമുള്ള സംശയങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അന്ന് താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് തങ്ങൾ ഇടപെട്ടിരുന്നത്. മറ്റ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ശബരിമലയിലെ അല്ലെങ്കിൽ ഭരണപരമായ അടക്കം മറ്റ് കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചിരുന്നത് ദേവസ്വം ബോർഡ് ആണ് എന്ന മറുപടിയായിരുന്നു തന്ത്രിമാർ SIT ഉദ്യോഗസ്ഥർക്ക്, പ്രത്യേകിച്ച് അന്വേഷണ സംഘ തലവനായ SPS ശശിധരനുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വഴിവിട്ട ഒരു ബന്ധമാണ് തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ, ചില ഡിജിറ്റൽ തെളിവുകൾ അത് നേരത്തെ തന്നെ SIT ശേഖരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മകരവിളക്കിനോട് അനുബന്ധിച്ച ചില നിർണായകമായ ഇടപെടലുകൾ ഇത് സംബന്ധിച്ചുണ്ടായേക്കുമെന്ന സൂചനകൾ പുറത്തുവന്നത്. ഒരു